ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമൻസുകൾ, അതുപോലെ തന്നെ എനിക്ക് മെയിലിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പലർക്കും സംശയമാണ് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്, പക്ഷേ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയില്ല എന്നാണ് ചിലർ പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ കാര്യം പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസമാണ്. ഞാൻ മുന്നേയുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു ഫലവും ലഭിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നെ കാത്തുകൊള്ളണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവാനിലുള്ള വിശ്വാസമാണ് നമ്മൾ പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയത്ത് ഗണപതിയെ വേണം ആദ്യം തന്നെ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ട ദൈവം ഗണപതി തന്നെയാണ്. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാവും. ഏതൊരു മനുഷ്യനായാലും ഒരു ലക്ഷ്യമുണ്ടാവും, അല്ലെങ്കിൽ ലക്ഷ്യമുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിൽ തടസ്സങ്ങളില്ലാതിരിക്കാനാണ് നമ്മൾ വിഘ്നേശ്വരനെ ഭജിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഈ കുലദൈവം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രമായിരിക്കും നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം. ആ ഒരു ഈശ്വരനിൽ അല്ലെ ആ ഒരു ദൈവത്തിൽ, ആ ഒരു ദേവിയിൽ നമ്മൾ അർപ്പിച്ചത്ര വിശ്വാസം നമ്മൾ ചിലപ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഈശ്വരന്മാരിൽ അർപ്പിച്ചു എന്ന് വരില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ആ ഒരു ഈശ്വരനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദൈവം എല്ലാവർക്കും വേണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈശ്വരൻ, നമ്മൾ എല്ലാ കാര്യത്തിലും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഈശ്വരൻ, അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഈശ്വരനെ നമ്മൾ കൂട്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റോടാനുള്ള ഒരു ഊർജം അല്ലെങ്കിൽ ആ ഒരു ശക്തി നമുക്ക് ആ ഒരു ഭഗവാൻ കൊണ്ടുതരും. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും എന്താ പറയുക മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ ഒന്നും മനുഷ്യരായിട്ടുള്ള നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. ചില ഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ആ ഒരു ടെൻഷൻ കുറയ്ക്കാനായിട്ടെങ്കിലും ഭഗവാനെ കൂട്ടുപിടിക്കാനായിട്ട് സാധിക്കും. എല്ലാ ഭാരങ്ങളും നമ്മുടെ തലയിൽ വയ്ക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് ഭാരം ഭഗവാന്റെ തലയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസമാണ് അത് കാണിക്കുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പായിരിക്കും നമ്മളെ കൊണ്ട് അത് മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളത്. എന്നിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ശക്തിക്കൊരു പ്രാധാന്യമുണ്ട്. അതായത് ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും എന്നുള്ള ആ ഒരു വിശ്വാസം, അത് നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ പലരോടും ദേഷ്യം ഉണ്ടാവാം, അസൂയ ഉണ്ടാവാം, നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവാം നമ്മുടെ ചുറ്റും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരുണ്ടാവാം നമ്മുടെ ചുറ്റും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് ദോഷം വരുത്തണേ എന്ന് ഒരു കാരണവശാലും പ്രാർത്ഥിക്കാൻ പാടില്ല. അവർ ഇന്ന് എന്നെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഇങ്ങനെ ചെയ്തു, നാളെ അവരുടെ മക്കൾക്കും ഇതുപോലെ ഉണ്ടാവണേന്ന് ശപിക്കുക എന്നൊക്കെ പറയില്ലേ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് നല്ലത് വരുത്താൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റുള്ളവർക്ക് ദോഷം വരുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്താ പറയുക വഴിയിൽ തടസ്സങ്ങൾ കൊണ്ടിടാനോ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കടങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ കടങ്ങൾ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ലോണ് എന്ന് പറഞ്ഞിട്ടോ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ പിന്നെ എന്താണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഭഗവാനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ലത് വരുത്തണേ, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണേ എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാണ് ഭഗവാൻ. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ എല്ലാം അറിയാം. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പം നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഭഗവാന് മനസ്സിലാവുന്നത്.
നമ്മൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാട്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒക്കെ ഭഗവാൻ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്തും ഭഗവാന് അതിൻ്റേതായ സമയങ്ങളിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരാഴ്ചയായിട്ട് പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വേണം ചിന്തിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായാലും നമ്മുടെ ഒരു ദിവസം നല്ല രീതിയിലാക്കാനും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് കാര്യങ്ങളാണെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ഒരു നെഗറ്റിവിറ്റിയെ പറ്റി ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഫുള്ള് ഡൗൺ ആവും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഫുള്ള് ഡൗൺ ആവുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനായാലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും, ഏതൊരു കാര്യത്തിനായാലും. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലുള്ള പോസിറ്റീവ് വശത്തേക്കാൾ കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് നെഗറ്റീവ് വശം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് വശത്തിനായിരിക്കും. ഞാൻ എൻ്റെ മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യുന്നത് നമ്മളെക്കാൾ താഴേക്കിടയിലുള്ളവരുമായിട്ടായിരിക്കണം. ഒരിക്കലും നമ്മുടെ മുകളിലുള്ളവരുമായിട്ട് നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് സന്തോഷമോ സമാധാനമോ ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളെക്കാൾ താഴേക്കിടയിലുള്ളവരെ പറ്റി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, ഭഗവാൻ നമുക്ക് എത്രയോ നല്ല ജീവിതമാണ് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാവും. ചിലപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നത് ഒരാളുടെ ആവശ്യം അല്ലെങ്കിൽ ഒരാളുടെ വിഷമം എന്ന് പറയുന്നത് പ്രൊമോഷൻ, നല്ലൊരു ജോലിയുണ്ട് അതിൽ പ്രൊമോഷൻ ലഭിക്കാത്തതായിരിക്കും. എന്നാൽ തൊട്ടിപ്പുറത്ത് മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത് ഒരു ജോലിയും ഇല്ല, ഒരു ജോലി ഉണ്ടാക്കി തരണേ എന്നുള്ളതായിരിക്കും. രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. മനസ്സിലായില്ലേ? അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളാണ് വലുത്. എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും വലുത്. നമുക്ക് 1 രൂപയുടെ ആവശ്യമാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് വലുത്. നമ്മുടെ തൊട്ടിപ്പുറത്ത് അതിനേക്കാൾ വലിയ ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കേട്ടോ. ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു നല്ല ഡ്രസ്സ് എടുക്കാനുള്ള ഒരു എന്താ പറയുക സാമ്പത്തിക സ്ഥിതി ഇല്ല, അതിൽ വിഷമിക്കുന്ന ആളായിരിക്കും. നല്ലൊരു ദിവസമായിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ അല്ലെങ്കിൽ പിറന്നാൾ ദിവസം ഒരു ഡ്രസ്സ് എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് തൻ്റെ മക്കൾക്ക് പിറന്നാൾ ദിവസം നല്ലൊരു ഡ്രസ്സ് എടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം വളരെ വലുതാണ്. എന്നാൽ അതിനേക്കാൾ അവസ്ഥകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. സ്വന്തം കുട്ടിക്ക് അസുഖമാണ്, എവിടെയും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണമില്ലാത്ത ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു അവസ്ഥയുടെ അത്രയും വരില്ല ഈ ഒരു അവസ്ഥ. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അവസ്ഥകളാണ് നമുക്ക് വലുത്. അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലൊരു കാര്യമായിരിക്കും നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടാവുക. പക്ഷെ പ്രാർത്ഥിച്ച കാര്യം കിട്ടിയില്ലല്ലോ, അതിലപ്പോഴും ദുഃഖം പ്രകടിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളിൽ ചിലരെങ്കിലും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവിന് മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ഏതൊരു കാര്യത്തിലായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ വീണ്ടും പറയുകയാണ്, ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ വേദനകളോ ഇല്ലാത്ത ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന പരമശിവൻ പോലും എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. പരമശിവൻ്റെ കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സതിയുടെ വിയോഗം ഭഗവാനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഭഗവാന് തന്നെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരായിട്ടുള്ള നമ്മുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ, അല്ലേ? ഇനി മറ്റൊരു കാര്യം പറയാം. ഒരാൾ എനിക്ക് കഴിഞ്ഞ ദിവസം മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഞാൻ പ്രാർത്ഥിക്കും, ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും മനസ്സിൻ്റെ ഒരു വശത്ത് ദൈവഭക്തിയും അതുപോലെ തന്നെ ഭഗവാനിൽ വിശ്വാസമുണ്ട്. പക്ഷെ മറുവശത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ചോദിക്കുന്നത് പോലെ, ഈ ഭഗവാൻ ഉണ്ടോ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ, നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ ഈ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഭഗവാനിൽ വിശ്വസിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ
ഭഗവാന് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം പ്രാർത്ഥിച്ചത് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമായിരിക്കില്ല ഭഗവാൻ നമുക്ക് തരുന്നത്. നമുക്ക് വേണ്ടത് ഏതാണോ, നമ്മുടെ ആവശ്യം ഏതാണോ അത് കണ്ടറിഞ്ഞ് നമുക്ക് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും ഭഗവാൻ തരുന്നത്. അത് തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും നമ്മൾക്ക് അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹം, അസൂയ, കുശുമ്പ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളാണ്. ഈ അത്യാഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ആഡംബരമായിട്ട് ജീവിക്കണം, എല്ലാവർക്കുമുള്ള ആഗ്രഹങ്ങൾ തന്നെയായിരിക്കും അത്. അത്യാഗ്രഹം പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുതരണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ അധ്വാനിക്കണം. അതാണ് പറയുന്നത്, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുകയുള്ളൂ എന്ന് പറയാറില്ലേ. ആ കുന്നോളം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് കുന്നോളം നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, അതിനായിട്ട് പ്രയത്നിക്കണം. അങ്ങനെ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മൾക്ക് കുന്നിക്കുരുവോളം എങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ അത്യാഗ്രഹം കാണിക്കണം എന്നാൽ മാത്രമേ കുറച്ച് കിട്ടുള്ളൂ എന്നല്ല. നമ്മുടെ പ്രയത്നം അത്രമാത്രം വലുതായിരിക്കണം. നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം. വെറുതെ ഒരു സ്ഥലത്തിരുന്ന് കരഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു കാര്യങ്ങളും ചെയ്യാതെ ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ടോ കാര്യമില്ല. നമ്മുടെ പരിശ്രമം വിജയത്തിലെത്താൻ സഹായിക്കുന്ന ആളാണ് ഭഗവാൻ. വെറുതെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുതരുന്ന ആളല്ല. പരിശ്രമിക്കുക, അത് നമുക്ക് ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അത് വിജയത്തിലെത്തിക്കാനും നമ്മളെ സഹായിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതിൽ നമ്മൾ തൃപ്തരാവാൻ ശ്രമിക്കണം. തൃപ്തരായേ പറ്റുള്ളൂ. ഭഗവാൻ നമുക്ക് തരുന്നത് എന്താണോ അതിൽ നമ്മൾ തൃപ്തരായിരിക്കണം. ഇനി അടുത്തതായിട്ട് പറയേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട് അത്രേ, ഭഗവാന് ശക്തിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യൂ, എനിക്ക് ഇങ്ങനെ ആക്കിത്തരൂ. അതായത് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ. ചില ആൾക്കാർക്ക് അത് ഫലം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഭഗവാനെ നമ്മൾ ഒരു കാരണവശാലും വെല്ലുവിളിക്കാൻ പാടില്ല. ആ തരത്തിലുള്ള ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒരു നോട്ടം പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഭഗവാനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അക്കാര്യങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഇനി മറ്റ് ചിലർക്കുള്ള സംശയമാണ്, നമ്മളിപ്പം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ അനുഗ്രഹം ലഭിക്കാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും വഴിപാടുകൾ നടത്തേണ്ടതുണ്ടോ എന്നുള്ളത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി വെറുതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വഴിപാടുകൾ കഴിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധിക്കുന്നവർക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് മനസ്സിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങളായിരിക്കും. ഇനി നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടില്ല എന്നൊന്നും വരില്ല. തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൽ ഭക്തിയുള്ള ഒരാൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴിപാട് നടത്താതെ തിരിച്ചു വരാറില്ല. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളെ അതിന് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങി വരിക, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി ചില ആൾക്കാർക്കുള്ള സംശയമാണ്, ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ടോ? അതൊരു സങ്കല്പം മാത്രമല്ലേ? ഈശ്വരനുണ്ട്, തീർച്ചയായിട്ടും ഈശ്വരനുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. പല ഘട്ടങ്ങളിലും ആ ഒരു ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ചില സമയത്ത് നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ചില ഘട്ടങ്ങളിൽ നമ്മളോടും പറഞ്ഞു പോകാറുണ്ട്, ഈശ്വരനൊന്നുമില്ല, വെറുതെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാൾ വലുതെന്തോ ഏതൊരു കാര്യം വരുന്ന സമയത്തും നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇതിലും വലുതെന്തോ വരാനിരുന്നു, ഇങ്ങനെ കൊണ്ടെത്തിച്ചത്. പറയാറില്ലേ, കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ടുവന്ന്, അത്രയേ ഉള്ളൂ. അതിനും നമ്മളെ സഹായിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഇനി ഞാനൊരു കഥ പറയാമേ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവകഥയാണ്. അപ്പോൾ പുള്ളിക്കാരി 8th പഠിക്കുന്ന സമയത്താണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുത്താണ്. അതായത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ബുക്ക് ഷെയർ ചെയ്യാനൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ദൂരം. ഈ പുള്ളിക്കാരി നല്ലോണം പഠിക്കുമായിരുന്നു. വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ നമുക്കൊക്കെ ഒരു കൗതുകമായിരുന്നു. കാരണം
നമ്മൾ ഒരു സ്കൂളിൽ നിന്നൊരു ടൂറ് പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് പോകാൻ ഇറങ്ങിത്തിരിക്കുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് സ്വയം ഒഴിവാകുന്ന ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലഘട്ടം പോലെ ആയിരുന്നില്ല അന്ന്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമുക്കും അങ്ങനെ സഹായിക്കാൻ പറ്റുന്നൊരു ചുറ്റുപാടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കൂടുതലും അങ്ങനെയുള്ള എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇന്നത്തെ കാലത്തൊക്കെ ഉള്ള പോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ കുട്ടി ദിവസവും സ്കൂളിൽ വരും, നല്ല രീതിയിൽ പഠിക്കും. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം സ്കൂളിൽ വരാതായപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 1 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ അച്ഛൻ വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്താണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നതും അച്ഛൻ എന്നെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നതും. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഒരു സിസ്റ്ററും ബ്രദറും, അതായത് ഇവക്കൊരു ഏട്ടനാണ് ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ്സിൽ, വെറും 2 വയസ്സിൻ്റെ വ്യത്യാസം. ഇവർ രണ്ടുപേരും ഇരുട്ടത്ത് വീടിൻ്റെ മുന്നിൽ ഇരിക്കുമായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ എൻ്റെ അച്ഛൻ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി? അച്ഛന് സുഖമില്ല, ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വീട്ടിൽ ആരുമില്ല. തൊട്ടടുത്ത് ഒരു അത് വലിയൊരു വീടായിരുന്നു കേട്ടോ തൊട്ടടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്, അതായത് അവരുടെ വീടിൻ്റെ മുൻവശം നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് ഇവരുടെ വീടിൻ്റെ മുൻവശം കിഴക്ക് ഭാഗത്താണെങ്കിൽ അവരുടെ വീടിൻ്റെ മുൻവശം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ മുൻവശത്തുണ്ട്, അവിടെ വെളിച്ചമുണ്ട്. പക്ഷേ ഇവർ ഇരിക്കുന്നത് മുഴുവൻ ഇരുട്ടിലാണ്. ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് തന്നെ വീടിൻ്റെ സ്വിച്ചൊക്കെ ഇടാം. എന്നാൽ അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ, നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കടന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ അമ്മ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് വീട് പൂട്ടിയിട്ടാണ് പോയത്. ഇവർ രണ്ടുപേരും ഒരു റിലേഷൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആയിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നത് ആ ഒരു സമയത്തായിരുന്നു. അന്വേഷിക്കാൻ ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഫോൺ ഉണ്ടായിരുന്നത് അയൽപ്പക്കത്തെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ നേരെ അടുത്തുള്ള വീട്ടിലേക്ക് പോവുകയും അവരുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അവർ വളരെ ലാഘവത്തോടെ ആ ഒരു കാര്യം പറഞ്ഞ് അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയി. ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. അച്ഛൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോന്നോളൂ. പക്ഷേ കുട്ടികൾ വന്നില്ല. ഇവർ രണ്ടുപേരും, കാരണം അച്ഛനും അമ്മയും തിരിച്ചു വരുന്ന സമയത്ത് അവർക്കറിയില്ലല്ലോ ഇവരെവിടെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. ആ 2 കുട്ടികളെ ആ ഒരു സമയത്ത് വിട്ടിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം എൻ്റെ അച്ഛനും അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഒരു 8-9 മണി ആയതിനു ശേഷമാണ് ആ നാട്ടിലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ, കുട്ടികളുടെ അച്ഛൻ ഹോസ്പിറ്റലാണ്, നിങ്ങളെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. കുട്ടികൾ ആ ബാഗ് ഉള്ളിൽ വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, പുറത്ത് തന്നെ വെച്ചു. അപ്പോൾ പുറത്ത് വെച്ച് പോകുന്ന സമയത്ത് ഈ പഠിക്കുന്ന കുട്ടിക്ക് ഒരല്പം ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ വെച്ച് പോകാൻ. നല്ല രീതിയിൽ പുസ്തകങ്ങളൊക്കെ കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നമ്മൾ ഈ ബാഗ് വീട്ടിലേക്ക് എടുത്തോളാം, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് നമ്മൾ ആ ബാഗ് എടുത്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വന്ന പുള്ളിയെയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളോ സത്യമാണോ അല്ലെങ്കിൽ ഈ ആരാണ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഈ കുട്ടികൾക്കുണ്ടായ വെപ്രാളവും അതുപോലെ തന്നെ ഇവർ പോകാൻ റെഡിയായി നിൽക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാതെയാണ് എൻ്റെ അച്ഛനും അവരുടെ കൂടെ ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത്. 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും എന്ന് പറയുന്ന സമയത്ത് അത്രയും വലിയ കുട്ടികളെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ അതേ പ്രായത്തിൽ വരുന്ന കുട്ടികൾ. അപ്പോൾ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കിയ സമയത്ത് രക്തത്തിൽ ഇൻഫെക്ഷനാണ്, വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ചെയ്യാനൊന്നുമില്ല, പ്രൈവറ്റിലേക്ക് മാറ്റണം എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നു. ഇവർക്ക് സാമ്പത്തികമായിട്ട് പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു, അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കായാലും സഹായിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും അങ്ങനെ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇടപെട്ട് അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ ഔഷധ എന്താ പറയുക ആയുർവേദ ഹോസ്പിറ്റലിലേക്ക്, അതായത് ഒരു നാട്ടുവൈദ്യം പോലെയുള്ള ഒരു സംഭവമായിരുന്നു. അവിടുന്ന് ഇതിനുള്ള ചികിത്സയുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുള്ളിക്ക്, അതായത് ഈ എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛന് നടക്കാനൊന്നും പറ്റില്ല.
ശരീരം തൊടുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര വേദനയാണ് അനുഭവപ്പെടുന്നത്. ഞാൻ ആകെ ഒരു തവണ മാത്രമേ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു അവസ്ഥ ഇന്നും ഓർക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്, വേദന കൊണ്ട്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ഈ ആയുർവേദ ഹോസ്പിറ്റലായാലും നാട്ടുവൈദ്യമാണ്, അവരുടെ അടുത്തും കിടത്തി ചികിത്സയില്ല. ദിവസവും രാവിലെയും വൈകുന്നേരം അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ ചേട്ടൻ ഫ്രീ ആയിട്ട് ദിവസവും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞത്രേ. പക്ഷേ ഈ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണ്ടത്തെ ആ ഒരു റോഡല്ല, ഒരു വഴിയാണ് ഇവരുടെ വീട്ടിന് മുന്നിലേക്ക്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റിന് മുകളിൽ നടന്ന് താഴേക്ക് ഇറങ്ങിയാൽ മാത്രമേ വണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെയുള്ള വഴി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നേരെ തൊട്ട് ഇപ്പുറത്തുള്ള വീട്ടിലേക്കായിട്ടുള്ളൊരു റോഡ് അവർ തന്നെ, വലിയ ക്യാഷ് ടീമായിരുന്നു അവർ. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഇവരുടെ വീട്ടിലുള്ള ആൾക്കാർ, അതായത് ഈ കുട്ടി അടക്കമാണ് പോയി ചോദിച്ചത്, എൻ്റെ സുഹൃത്തടക്കമാണ് അവരുടെ വീട്ടിൽ പോയി ചോദിക്കുന്നത്. ആ റോഡ് വഴി, അതായത് ഇവരുടെ പിറകുവശത്തുള്ള ആ ഗേറ്റൊന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുറ്റം വരെയേ നടക്കണ്ടു. വെറും ഒരു 2 സെക്കൻഡ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു മുറ്റത്തേക്ക് എത്താം. അവിടെ വരെ ആ വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊരു സഹായത്തിനും വന്നില്ല. എന്നിരുന്നാലും ഇവരുടെ ആ ഒരു ഓട്ടോ കയറാനുള്ള ഒരു അനുവാദം ചോദിച്ചു. സമ്മതിച്ചില്ല, അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സെയിം പ്രായത്തിലുള്ള 2 മക്കൾ ആ വീട്ടിലും ഉണ്ടായിരുന്നു. ആ കുട്ടികളിങ്ങനെ നോക്കി നിൽക്കുക, ഇവരെ ഇങ്ങനെ പറഞ്ഞു വിടുക ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. വൈകുന്നേരം ഇവർ പോകുന്ന സമയത്ത് അവരുടെ അമ്മ എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം നിങ്ങളുടെ വീട്ടിൽ നിർത്താമോ എന്ന്. ഹോസ്പിറ്റലിൽ പോയി വരുന്നത് വരെ ഇരുത്തണമല്ലോ എവിടെയെങ്കിലും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സമയത്ത് ഇവൾ പറയായിരുന്നു, ആ തൊട്ടടുത്ത ആ ഒരു വലിയ വീട്ടിൽ എപ്പോഴും പുറകുവശത്ത് ലൈറ്റ് ഇടുമായിരുന്നു. ഇവർ തനിച്ചാണ് വീട്ടിൽ എന്ന് കാണുന്ന സമയത്ത് ആ ചേച്ചി ലൈറ്റ് ഓഫ് ചെയ്ത് കളയും. സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് ചെറുപ്പക്കാർ ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഓട്ടോ ചേട്ടൻ മുതൽ ഇദ്ദേഹത്തെ എടുത്തിട്ടാണ് ഓട്ടോയിൽ കയറ്റാൻ കൊണ്ടുപോകുന്നത്. ഒരുപാട് ആൾക്കാർ അവർക്കവിടെ സഹകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ ഈ തൊട്ടടുത്ത വീട്ടുകാർ ഇവരോട് ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു ദ്രോഹം എന്ന് തന്നെ പറയാം, ഒരു കാര്യത്തിലും. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഈ കുട്ടി എപ്പോഴും ഞങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കരയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മ സമാധാനിപ്പിക്കും, സാരമില്ല ശരിയാവും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുത്താൽ പോലും ഈ കുട്ടി കഴിക്കില്ല. അത്ര പോലും അവളുടെ സാഹചര്യങ്ങളായിട്ട് അവൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്കൊന്നും വേണ്ട, എൻ്റെ അച്ഛൻ ഒന്ന് ശരിയായാൽ മതി എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഈ അച്ഛൻ്റെ ആ ഒരു വേദന ദിവസവും ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിപ്പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് ദിവസവും വരുന്നത്. കൈ പിടിക്കുന്ന സമയത്ത് കൈവേദന, ആൾക്കാർക്ക് എടുത്തു കൊണ്ടുപോകുന്ന സമയത്തും അദ്ദേഹം അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം, അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഈ കുട്ടികൾ രണ്ടും കൂടെ, അതായത് ഈ എൻ്റെ സുഹൃത്തും ആ സുഹൃത്തിൻ്റെ ചേട്ടനും കൂടി ആ വീട്ടിൽ പോയിട്ട് അവരോട് ചോദിക്കുകയുണ്ടായി, ചേച്ചി ഇങ്ങനെ വണ്ടി വരാനുള്ളൊരു സൗകര്യം ചെയ്തു തരാമോ? അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത് വെച്ചാൽ കുട്ടികളാണല്ലോ, അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലെങ്കിലും അവരുടെ മനസ്സലിയും എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഈ വീട്ടിലുള്ള പുള്ളിക്കാരനാണ്, അതായത് ഈ മക്കളുടെ അച്ഛൻ അല്ലെങ്കിൽ ആ ഒരു ചേച്ചിയുടെ ഭർത്താവാണ് കുറച്ച് പ്രശ്നക്കാരൻ എന്ന് ധരിച്ചത് കൊണ്ട് തന്നെ ആ പുള്ളി അവിടെ ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഇവർ രണ്ടുപേരും പോയത്. ചോദിച്ച സമയത്ത് ആ ഒരു അമ്മ പറഞ്ഞത്, അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, നമുക്കങ്ങനെ ഗേറ്റ് തുറന്നു തരാനൊന്നും സാധിക്കില്ല, പണമില്ലാത്തവർ മരിക്കട്ടെ എന്ന് കരുതണം. ഈ കുട്ടികളോടാണ് പറയുന്നത് അവരുടെ അച്ഛനെ പറ്റി. ഈ കുട്ടികൾ അവരുടെ അടുത്ത് ചോദിക്കുന്നത് അങ്ങനെയാണ്, ചേച്ചി നമുക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കാനുള്ള പൈസയില്ല, അപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്, ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു കാര്യം ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, പണമില്ലെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതണം, പണമില്ലാത്തവർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല. അതാണ് ആ സ്ത്രീ പറഞ്ഞതിലുള്ള ആ ഒരു പൊരുൾ. അപ്പോൾ അന്ന് വൈകിട്ട് ഇവർ രണ്ടുപേരും വരാത്തത് കൊണ്ട് ഞാനും എൻ്റെ അമ്മയുമാണ് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പോയപ്പോൾ ഈ രണ്ടുപേരും അവിടെ ഇരുന്നിട്ടാണ് ഉള്ളത്. എന്തേ മക്കളെ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല നമ്മളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു, അച്ഛനും അമ്മയും ഒരു 7:30 ആകുമ്പോഴത്തേക്ക് എത്തും, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, ഈ രാത്രിയിൽ അങ്ങനെ തനിച്ചിരിക്കേണ്ട, ഞങ്ങളുടെ കൂടെ പോന്നോളൂ. അപ്പോൾ ഈ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോൻ കരയുവാണ്.
അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമം തോന്നി. നമ്മൾ സംസാരിച്ച് അവരെ കൂട്ടി വന്നു. അപ്പോൾ പിന്നീട് ഈ ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് അവർ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. വീണ്ടും അദ്ദേഹം ജോലിക്ക് പോകാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും അധികം വിഷമം തോന്നിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സ്കൂളിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനും അവളും ബസ് കയറുന്നത് ഒരേ സ്റ്റോപ്പിൽ നിന്നാണ്. ആ സ്റ്റോപ്പിൽ നിന്നും 25 പൈസയാണ് ബസ്സിന് സ്കൂളിലെത്താൻ വേണ്ടത്. നടന്നു പോകാൻ പറ്റുന്ന ദൂരമല്ല കേട്ടോ, നടക്കാവുന്നതിലും അധികം ദൂരമാണ്. പക്ഷേ ഈ കുട്ടിയുടെ ചേട്ടൻ എൻ്റെ കൂടെ അവളെ പറഞ്ഞു വിട്ട് ഈ ബസ് ഞങ്ങൾ കയറിക്കഴിഞ്ഞ് അടുത്ത ബസ്സിനാണ് വരിക എന്ന് പറയുക. ചേട്ടൻ നടന്നിട്ടാണ് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം കണ്ടത് എൻ്റെ ഒരു കസിനായിരുന്നു. പുള്ളി എൻ്റെ അടുത്തൊരു ദിവസം പറഞ്ഞു, എടാ ഇങ്ങനെ അവർ നടന്നിട്ടാണ് സ്കൂളിൽ വരുന്നത്. ഞാൻ പറഞ്ഞല്ല, അപ്പം നമ്മുടെ സ്കൂളിൻ്റെ തൊട്ട് മുന്നിലായിട്ട് മറ്റൊരു സ്കൂളും കൂടി ഉണ്ട്. ഇല്ല, ഞാൻ ആ സ്കൂളിൻ്റെ അടുത്ത് വെച്ച് വളരെ വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിലിങ്ങനെ വന്ന സമയത്ത് അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവളടുത്ത് പറയല്ലേ, അവൾക്ക് സങ്കടാവും. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എത്രമാത്രം ബുദ്ധി ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. ആ ഒരു ബുദ്ധിയിലും ആ അനിയത്തെക്കുറിച്ചുള്ള ആ എന്താ പറയുക, ആ ഒരു ചിന്ത, ആ കുട്ടി എത്രമാത്രം നല്ലൊരു ചേട്ടനാണ് എന്നുള്ളത് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമായിരുന്നു. അപ്പോൾ വീണ്ടും ഇവരുടെ എല്ലാം ഓക്കെ ആയി. ഇവർ വീണ്ടും പഴയ ആ ഒരു സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. ഇവളുടെ അച്ഛൻ പഴയ ആ ഒരു സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഞാനീ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണിത്. അപ്പോൾ ഈ ഒരു കഥ അവിടെ അവസാനിക്കുകയാണ്. അതായത് ഇവർ നല്ല രീതിയിൽ ജീവിച്ച്, അച്ഛൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി, മകള് പഠിച്ചു, ജോലി കിട്ടി, നല്ലൊരു ജീവിതം നയിക്കുന്ന സമയം. അപ്പോൾ പുള്ളിക്കാർ മറ്റൊരു സ്ഥലത്ത് വിവാഹത്തിന് ശേഷം ഭർത്താവ് ഒരു വീട് വെച്ചു. പുള്ളിക്കാരി അവിടത്തേക്ക് മാറി. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവർ ഒരു വീട് വിൽക്കുന്ന സമയത്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയ സമയത്താണ് അറിയുന്നത്, ഈ പുള്ളിയുടെ വീട്ടിൻ്റെ പുറകിലായിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ വീടിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, അവർ ഇപ്പം നിൽക്കുന്നത് ഇവരുടെ തൊട്ട് പുറകിലായിട്ടുള്ള ഒരു ചെറിയൊരു വീട്ടിലാണ്. മകൻ അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. അങ്ങനെ പലതരത്തിലുള്ള മോശം സ്വഭാവങ്ങളും കാരണം ആസ്തിയൊക്കെ ഇല്ലാതായി. വളരെ ബുദ്ധിമുട്ടിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ പോയ സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതാണ് വിചാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആ ഒരു ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ എൻ്റെ ഈ സുഹൃത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരുവിധം ആ പെൺകുട്ടിയുടെ വിഷമങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മോള് പുറത്തുനിന്ന് കളിക്കുകയായിരുന്നു. പുറത്തുനിന്ന് കളിക്കുന്ന സമയത്താണ് വിളിച്ച് പറയുന്നത്, അമ്മേ ഇതേ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവളുടെ അടുത്ത് ആരോ വന്നിട്ടുണ്ട് പോലും. ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ഈ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇവൾ പറഞ്ഞതുമില്ല. അവർ വന്നിട്ടുണ്ടായിരുന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ്. കാരണം ഭർത്താവിന് നല്ല സുഖമില്ല. ആ ഒരു റോഡ് ഒരൽപ്പം പുറകുവശത്തുള്ള റോഡ് വഴിയാണ് വണ്ടികൾ വന്നു തുടങ്ങിയത്. മഴ വന്ന് ആ റോഡ് മുഴുവൻ മോശമായിട്ട് കിടക്കുകയാണ്. ഡയാലിസിസ് ചെയ്യാൻ പോകണം, അതിന് വണ്ടിയും മുറ്റം വരെ എത്തുന്നില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ വീട്ടിലേക്ക് ഉള്ള ഗേറ്റ് വഴി ആ വണ്ടി അവിടെ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ആ വീട്ടിൽ നിന്നും ഈ ഗേറ്റ് വഴി കടന്ന് വണ്ടിയിലേക്ക് കയറാം. ഇനി ഇവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കും ഈ ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ആരോഗ്യനില വളരെ മോശമാണ്. നടന്നിട്ട് വേണം ആ റോഡ് വരെ, ആ ഒരു മോശമായിട്ടുള്ള ആ ഒരു റോഡ് കുറച്ച് താഴെ വരെ നടന്ന് വേണം പോകാനായിട്ട്. ഏതൊരാൾക്കും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലേ അങ്ങനെ വരുമ്പോൾ. ഒട്ടും ചിന്തിക്കാതെ എൻ്റെ സുഹൃത്ത് ആ സമയത്ത് തന്നെ പറഞ്ഞു, അതിനെന്താ ചേച്ചി, നിങ്ങൾ അവരോട് ഗേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിടാം. ഇനി എങ്ങനെ ഞങ്ങളില്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറിക്കോളൂ. എനിക്കും ആ ഒരു സമയത്ത് വേറൊന്നും തോന്നിയില്ല. ഒരാളൊരു സഹായം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പറ്റില്ല എന്ന് പറയുന്നതൊക്കെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ. നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഇന്ന് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഈ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിനക്ക് ആരാണെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവൾ പറഞ്ഞു,
ഒരു കാലത്ത് എൻ്റെ അച്ഛൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടുള്ള, പണമില്ലാത്തവർ മരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയാണ് പോയത്. ഞാൻ ശരിക്കും കേട്ടപ്പോൾ ഷോക്കായി പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ടും നീ എന്തേ ഒന്നും പറഞ്ഞില്ല? അപ്പോൾ അവൾ പറഞ്ഞു, അവർ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ലല്ലോ. പ്രതികാരം ചെയ്യണമെന്നോ അല്ലെങ്കിൽ പകരം വീട്ടണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് ഈ ഒരു നിമിഷം ഈ ഒരു കാര്യം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവർ വന്ന് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ചോദിക്കും എന്നുള്ളത് അടുത്ത വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇവൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഒരു സാഹചര്യം ഇന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ട് ദൈവം എന്ന ഒരാളുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം എൻ്റെ മുന്നിൽ ഉണ്ടായത്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്ന് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഒരിക്കലും അവർക്ക് ദോഷം വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഈ ഒരവസ്ഥ, അതായത് ഇങ്ങനെ അവർ വന്ന് ചോദിച്ച സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഞാൻ സന്തോഷവതിയാണ് എന്ന് അവൾ പറഞ്ഞു. നമുക്ക് സിനിമകളിലും അതുപോലെ തന്നെ വല്ല കഥകളിലും ഒക്കെ കേൾക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ളതൊക്കെ. ജീവിതത്തിൽ അനുഭവം വരുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം ഭഗവാനിൽ അഡിക്റ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. ദൈവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവം കാട്ടിത്തരുന്ന ചില സൂചനകളാണ് ഇതെല്ലാം തന്നെ. ഇപ്പം നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള ആൾക്കാർക്കുണ്ടായ അനുഭവങ്ങൾ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഒരു പ്രചോദനം തന്നെയാണ്. ജീവിക്കണം മുന്നോട്ട്. എവിടെയോ എന്തോ നമുക്കും നല്ലൊരു കാലം ഭഗവാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. കഷ്ടപ്പാടുകൾ വരുന്ന സമയത്ത് പലരും ജീവിതം അവസാനിപ്പിക്കാൻ തുനിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വരും നല്ലൊരു കാലം, തീർച്ചയാണ്. ഒരു നാണയത്തിന് ഇരുവശങ്ങളുണ്ട്. രണ്ട് വശവും എല്ലാത്തിനും ഉണ്ടാവും. ഒരു നല്ല കാലം നമുക്കുണ്ടാകുമ്പം ഒരു മോശം കാലവും നമുക്കുണ്ടാവും. അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ഭഗവാനെ പ്രാർത്ഥിക്കണം. ഒരു നല്ല കാലം വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിലേക്ക് പോകണം എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം ഈ ഒരു അവസ്ഥയിൽ നിന്ന് താഴേക്കിറക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക. സുഖവും സൗഭാഗ്യങ്ങളും വീണ്ടും വീണ്ടും തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾ തിരിച്ചെടുക്കല്ലേ, അല്ലെങ്കിൽ ഈ ഒരു സൗഭാഗ്യങ്ങൾ എന്നും അനുഭവിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും വീണ്ടും നമ്മുടെ ആഗ്രഹത്തിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയല്ല വേണ്ടത്. ഉള്ളതിൽ തൃപ്തരാവാൻ ശ്രമിക്കുക. അപ്പോൾ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഭഗവാനിൽ സംശയമുള്ള അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. വീഡിയോയുടെ ലെങ്ത് അല്പം കൂടുതലാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടേയിരിക്കണം എന്നില്ല. എന്നാലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവും. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ രോഗങ്ങളൊന്നും വരാതിരിക്കട്ടെ. നല്ല ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. നന്ദി.